ബഹളം വെക്കാതെ ഊട്ടി, ഞാൻ വരുന്നു. ഇല്ലെങ്കിൽ ഇതിപ്പോ കട്ടാവും. ഇതിപ്പോ ആരാ ഈ സമയത്ത്? ഹലോ ഹലോ, എന്താടാ കള്ള വിളിച്ചേ? നിങ്ങളെപ്പോഴാ അച്ഛനെ കാണാൻ നാട്ടിലേക്ക് വരുന്നേ? ആദി, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ മൊബൈൽ എടുത്ത് യൂസ് ചെയ്യരുതെന്ന്? ആരാടാ ഫോണില്? മോളെ, ഞാനാ. ഹലോ ആന്റി, സുഖാണോ? ആ മോളെ, അവിടെ എല്ലാവർക്കും സുഖല്ലേ? ആ ആന്റി, ഇവിടെ എല്ലാവർക്കും സുഖാണ്. അല്ല, നിങ്ങൾ എപ്പോഴാ നാട്ടിലേക്ക് വരുന്നേ? എനിക്കറിയില്ല, നിന്റെ ഡാഡി വരുമ്പോ ചോദിക്കേ. മമ്മി മോനൂടെ രാവിലെ തന്നെ തുടങ്ങിയ വഴക്ക്. അതിന് നീ എന്തിനാടി എന്നെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നേ? എന്താ എനിക്ക് ദേഷ്യപ്പെട്ട് നോക്കൂ? ഡാഡി മോനെ ഒരു കഥ. ദേഷ്യപ്പെട്ട് നോക്കിയാലും എന്റെ ഭാര്യക്ക് ഗ്ലാമർ കൂടിയോന്നൊരു സംശയം. നൈറ്റ് ഒന്നുകൂടി ഒന്ന് കാണേണ്ടി വരുന്നു. മിണ്ടാതെ നിൽക്കി, ആദ്യം നിൽക്കുന്ന കണ്ടില്ലേ ഒരു നോളമില്ലാത്ത മനുഷ്യൻ. അതെന്റെ ആദ്യക്കൂട്ടം പറഞ്ഞത് ശരിയാ. ഈ ഡാഡിക്കും മമ്മിക്കും ഒരു നാണവും ഇല്ല. കുരുപ്പ് നാണം കെടുത്താനായിട്ട്. ഇനി നീ ചോക്ലേറ്റും ചോദിച്ചോണ്ട് വന്നേക്കേട്ടോ. അല്ല, അവരെന്തേ? ഞങ്ങളിന്ന് നേരത്തെ പോകണ, അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല സത്തു, നിങ്ങളെന്താ ലേറ്റായേ? ഇച്ചായമാരെ കൂടെ പിക്ക് ചെയ്യണമായിരുന്നു. മൂന്നാളും പോയി ഫ്രഷ് ആയിട്ട് വാ, മമ്മി കഴിക്കാൻ എടുത്ത് വെക്കാം. നിന്നോടൊന്ന് നിന്ന് നീക്കെന്തിനാടാ സ്കൂളിൽ പോകുന്നത്? പഠിക്കാനാണോ അത് പെൺപിള്ളേരെ വളർത്തിയാണോ? എന്നതാ ചായ പറയുന്നത്? അപ്പൊ അവന്മാര് പഠിക്കാനല്ലേ പോകുന്നത്? എന്റെ കർത്താവ്, ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു? അതെങ്ങനെയാ? സ്വന്തമാരെ കണ്ടല്ലേ മക്കള് പഠിക്കുന്നു. 10 ഗുണം 10. ജീവൻ, നീ എനിക്കൊരു കോഫി എടുക്കും. നല്ല തലവേദന. ആയി ചായ, ഞാനിപ്പോ എടുക്കാം. ആഹാ, നീ നേരത്തെ തുടങ്ങിയോ? എന്താണ് മോനെ, കുടിച്ചറങ്ങാതിരിക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം? ഇന്നും കൂടെ അല്ലേ മോനെ കുടിക്കാൻ പറ്റൂ. അവൾ വന്നു കഴിഞ്ഞാ പിന്നെ ഇതിനൊരു തുള്ളി പോലും കുടിക്കാൻ പറ്റില്ല. ഡാ, പോയ കാര്യം എന്തായി? കാശിയോട് പറയണ്ടേ? ആ, അവനോട് പറയണം, നൈറ്റ് ആവട്ടെ. ജീവൻ, നീ കിച്ചണിലേക്ക് വന്നപ്പോ എന്താ എന്നെയും കൂടി വിളിക്കാത്തത്? ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യായിരുന്നല്ലോ. അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതാ നിന്നെ വിളിക്കാതെ. ഇതൊക്കെ ഞാൻ എടുത്തു വെക്കാം. നീ പോയി അവരെ കഴിക്കാൻ വിളിച്ചിട്ടുണ്ടോ?
എന്നാ ശരി, ഞാൻ പോയി അവരെ വിളിച്ചിട്ട് വരാം. നീ ഇതെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചേക്ക്. രാജു പറയ്. അല്ല, എന്താണ് രണ്ടുപേരും കൂടി മുഖത്തോട് മുഖം നോക്കി പൊട്ടം കളിക്കുന്നത്? എന്തായാലും ഉണ്ടെങ്കിൽ പറയടാ. അത് കാശി, നാളെ സേറ വരുന്നുണ്ട്. നീ അവളോട് ദേഷ്യം കാണിക്കാൻ നിൽക്കണ്ട. സച്ചേട്ടൻ നല്ല സന്തോഷത്തില്ല. വേറെ ഒന്നുമില്ല, ഞാൻ ഇത് പറയാനാ നിന്റെ അടുത്തേക്ക് വന്നു. എന്നാ ശരിയടാ, നിന്റെ വർക്ക് നടക്കട്ടെ. നാട്ടിൽ നിന്ന് ആന്റി വിളിച്ചിരുന്നു. നമ്മളെപ്പോഴാ ചെല്ലുന്നതെന്ന് ചോദിച്ചു. എന്തായാലും സേറ വരട്ടെ, അവള് വന്നിട്ട് തീരുമാനിക്കാം നാട്ടിൽ പോകുന്ന കാര്യമൊക്കെ. ഇപ്പൊ നിങ്ങൾ കഴിക്കും. നിന്നെ എന്തുമാത്രം മിസ് ചെയ്തു എന്നറിയോ സേറ? നിനക്കറിയോ സേറ, നമ്മുടെ അമ്മ എന്തുമാത്രം ഹാപ്പിയാണെന്ന്? നാളെ നീ വരുന്ന സന്തോഷമാണ്. ഐ ലവ് യു. ഡാഡി ഉറങ്ങിയില്ലല്ലോ. സച്ചോട്ടാ, ഡാഡി മോനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? സച്ചോട്ടന് മമ്മിയോട് ദേഷ്യാണോ? മമ്മി പാവാടാ. നമ്മളെന്ന് വെച്ചാ മമ്മിക്ക് ജീവനാ. ഇല്ല, ഇനി മമ്മീനെ നമ്മൾ എങ്ങോട്ടും വിടില്ല. ഞാനും സച്ചോട്ടനും മമ്മി. ഗോഡ് പ്രോമിസ്. ഇനി എന്റെ മോൻ ഉറങ്ങിക്കോ. അജു, സേറ നാട്ടിൽ പോകുന്ന കാര്യം നോയാണ് പറയുന്നെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണ്ട. നീ കാശിയോട് കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഗുഡ് മോർണിംഗ് സച്ചോട്ടാ. മോൻ ചെല്ലേ, ഡാഡി വന്നേക്കാം. അതവിടെ വെച്ചിട്ട് ഇതൊന്ന് നോക്കി. എനിക്കൊന്നും വയ്യ, നീ തന്നെ നോക്കിക്കോ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. ഇങ്ങത്താ. ഞാൻ കണ്ടില്ല. അത് ഇനി ഒന്ന് അമ്മാരെ പോയി റൂമിൽ നോക്ക്. എന്റെ കൊച്ചെ, എന്നാത്തിനാ നീ കരയുന്നേ? ഞങ്ങളൊന്ന് ആക്കി അകത്തോട്ട് കയറട്ടെ. സച്ചേട്ടാ, ഓടാതെ പതിയെ പോ, നീ വീഴും.
എന്തിനാ സോറി പറയുന്നത്? സാരമില്ല, പോട്ടെ, കരയാതെ. ദേ സേറാ, നീ കരഞ്ഞ ഞാനും കരയും, പിന്നെ നമ്മുടെ മോൻ കരയും, പിന്നെ ബാക്കിയുള്ള എല്ലാവരും കരയും. കണ്ണു തുടയ്ക്കും. അറിയും കനം മെനും നിറം എൻ മനം ധാരിരറിയാം എടാ, എല്ലാം സെറ്റല്ലേ? നമ്മുടെ പ്ലാൻ പോലെ നടന്നാ മതിയായിരുന്നു. അതെല്ലാം ഓക്കേടാ. അല്ല, എന്താണ് രണ്ടാളും കൂടി പ്ലാൻ ചെയ്യുന്നത്? മൂന്നാമനെവിടെ? കാശിക്ക് പോയി. എന്താ നീയും വരുന്നു? അവിടെ നിന്റെ മറ്റവിടെ ഇരിക്കുന്നു. ഒന്ന് പോടാ. അതെ, ഡാഡിമാരോടും മമ്മിമാരോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ തന്നെ നോക്കണം. ഞാൻ പട്ടിണിയായിട്ട് കുറച്ച് ദിവസമായി, എനിക്കൊന്നും പറ്റില്ല. എന്നാ ശരിയടാ, ഞങ്ങൾ ഇറങ്ങാം. നിങ്ങൾ സംസാരിച്ചിരിക്കേ. അല്ല, എന്റെ മൂന്നാമത്തെ അളിയ എവിടെ പോയി? കണ്ടില്ലല്ലോ. ആ, മൂന്നാമത്തെ അളിയനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു വിട്ടു. ഇല്ലെങ്കിലേ നൈറ്റവൻ കനക തള്ളി തുറന്നു വന്ന് നിന്നെ എടുത്തങ്ങ് പഞ്ഞിക്കിടും. അത് വേണ്ടെന്ന് വെച്ചിട്ടാ. ആവൂ, അതെന്തായാലും നന്നായി. പറഞ്ഞതുപോലെ ചെയ്യുന്ന സാധനമായാലും എന്റെ പൊടി പോലും നോക്കി വെച്ചിരിക്കുന്നു. അമ്മേ, ഓർക്കാൻ കൂടി വയ്യ. അല്ല, മൂന്നും കൂടി ഇതും എല്ലാം എടുത്തോണ്ട് എങ്ങോട്ട് പോകാൻ നിൽക്കുക? ഓ പിന്നെ, ഞാനിന്ന് എന്റെ കെട്ടികളുടെ കൂടെ, നിങ്ങളിന്ന് നിങ്ങളുടെ അടിയിലെ മമ്മിയും കൂടെ കിടന്നാ മതി. എന്നാ സച്ചൂട്ടിനെ കൂടെ വിളിച്ചോ. അയ്യടാ, ഉറങ്ങാൻ വന്നിരിക്കുന്നു. ഞാൻ സമ്മതിക്കൂല. ഇവന്മാരെ മൂന്നിനെയും വളരാൻ അനുവദിച്ചോടാ, അത് എനിക്ക് പണിയാവും. ഡാടാ, ആക്രാന്തം പിടിച്ചവനെ, എന്റെ കൊച്ചിന്റെ പല്ല് നോക്കെങ്കിലും ബാക്കി വെച്ചിരുന്നാ മതി. NCS Tamil BGM. ഓ, കുളിക്കാണല്ലേ കളി. കുളിച്ചിട്ടൊക്കെ വാ മോളെ, ഇന്ന് വർക്കുള്ള ദിവസം. എന്റെ പൊന്നു സാറ, നീ ഇങ്ങനെ വന്ന് എന്റെ മുന്നിൽ നിക്കല്ലേ. ഒന്നാമത്തെ കാര്യം, ഞാൻ പട്ടിണിയായിട്ട് കുറച്ച് നാളായേ. പട്ടിണി കിടക്കാൻ എന്താ? ഇവിടെ ആരും കുക്ക് ചെയ്യാറില്ലേ? ഒന്ന് കയറി കിടന്ന് ഉറങ്ങിച്ചിട്ടാ. ഉറങ്ങാനാ? നീ എന്താണ് സാറ ഒരു അല്പമാക്കി നിരാശയായി പോയത്? എന്നതാ ചെയ്യാ? ഒരു കള്ള നോട്ടം. അല്ല, അപ്പുറത്തെന്തായാലും ഇപ്പൊ തുടങ്ങിക്കാണല്ലോ. നമുക്കും ഒന്ന് ചെറുതായിട്ട്. മര്യാദക്ക് കയറി കിടന്നുറങ്ങണം. അയ്യോളൊരു ചെറുതായിട്ട് കിടന്നുറങ്ങണം.
സിത്തു ആ അപ്പോഴേക്കും ഇറങ്ങി. ഒന്ന് നോക്കണം സിത്തു. நீ தீண்டும் இடம் தித்திக்குமே இனி பாக்கியுடம்பும் செய்ய வேண்டும் பாக்கியமே குறுக்கு சிறுத்தவளே என்னை குங்குமத்தில் கரைச்சவளே நெஞ்சில் மஞ்சள் தேச்சு குளிக்கையில் ஓம் கொலுசுக்குள் மணியாக என்னை கொஞ்சம் ലവ് യു. ലവ് യു ടു. സച്ചൂട്ട പോയി ഡാഡി മമ്മിയും വിളിച്ചോണ്ട് വാ. ഓക്കേ മമ്മി, ഞാൻ വിളിച്ചിട്ട് വരാം. അത് വേണ്ട, ഡാഡി മമ്മിയും വന്നോളൂ. മോനിവിടെ ഇരിക്കും. അജു, നീ ചായ കടം പോണെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ? നീ ഇറങ്ങാടി. നീ അവന്മാരോടും കൂടെ ഒന്ന് പറഞ്ഞേക്ക് ഞാൻ പോയെന്ന്. ജീവൻ സേർ എന്തേ അവളെന്നത്തിന് അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞേ? അറിയില്ല ചായ. സിത്തു വരുന്നുണ്ടല്ലോ, ചോദിക്കും. ഈ ചായ കോഫി എടുക്കട്ടെ? ഇപ്പൊ വേണ്ട.
എന്റെ കൊച്ചിങ്ങോട്ട് വന്നില്ല. അതിനു മുന്നേ അതിനെ രക്തം ഊറ്റി കുടിക്കാൻ തുടങ്ങി. തനിക്ക് എന്തിന്റെ കുഴപ്പമാണോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അവളിപ്പോ എന്റെ കുഞ്ഞിന്റെ അമ്മയാ. എന്നിട്ടും തന്റെ ഈ കുഴപ്പ് തീർന്നില്ല. അതേടാ, എനിക്ക് കുഴപ്പം തന്നെ. എന്റെ കർത്താവേ, എന്നാത്തിന് രണ്ടും കൂടി കിടന്ന് വഴക്കൂടുന്നേ? ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? പിന്നെ അവളങ്ങനെയാ നിന്റെ കുഞ്ഞിന്റെ അമ്മയായെന്ന് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്റെ കൊച്ചിനോട് ചെയ്തതൊന്നും ഞാൻ മറക്കില്ല അത്ര പെട്ടെന്നൊന്നും. അത് നിന്റെ ഭാര്യയായാലും നിന്റെ കുഞ്ഞിന്റെ അമ്മയായാലും. ഇവിടെ തന്നെ ഞാനിന്ന് സിത്തു, സ്റ്റോപ്പ് ഇറ്റ്. ഇച്ചായനോടാണോ നീ ഇങ്ങനെ സംസാരിക്കുന്നേ? എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് സോൾവ് ചെയ്തേക്കണം. ഇനി നീ ഇച്ചായനോട് ഇങ്ങനെ വല്ല സംസാരിച്ചാ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല സിറ്റ പ്രതികരിക്കുന്നത്. മനസ്സിലായോ? ഇച്ചായ വാ, എനിക്ക് ഇച്ചായനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സിത്തു, സോറി. നീ ചായനോട് അങ്ങനെ സംസാരിച്ച അവൾക്ക് ദേഷ്യം വരും. അതറിയാലോ നിനക്ക്. അറിയോ എന്തായി? നിന്റെ കുട്ടികളല്ലേ, അപ്പൊ നിനക്ക് ഇങ്ങനെ തന്നെ വേണോടാ. പിന്നെ അവന്മാരെ വിളിച്ചിട്ട് വരാൻ പറ. അവന്മാരെ ഞാൻ വിളിച്ചോളാം. അതെനിക്ക് മനസ്സിലായി. അതല്ലേ അവന്മാര് രാവിലെ രണ്ടെണ്ണം കൂടെ അവളുടെ മുന്നിൽ എന്നെ തിന്നിട്ട് കൊടുത്തിട്ട് ഓടിയത്. നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് തരാം. പിന്നെ നിങ്ങൾ പോയാൽ മതി, ഞങ്ങൾ പോകുന്നവര് വരുന്നില്ല. ആളിയോ, നമ്മള് പെട്ടല്ലോ. അങ്ങോട്ട് നോക്കി. ഇതിപ്പാരാ? ഈശ്വര, എന്റെ മക്കൾ. ഏട്ടത്തി, രാധിക ഏട്ടത്തി, അമ്പി ഏട്ടത്തി ഒന്ന് പെട്ടെന്ന് വന്നേ. ഇത് ആരൊക്കെയാ വന്നേന്ന് നോക്ക്. എന്റെ ഈശ്വര, എന്റെ പ്രാർത്ഥന നീ കേട്ടു. എന്റെ കുഞ്ഞുങ്ങൾ വന്നല്ലോ. എന്റെ രാധിക, നീ ഇങ്ങനെ ഇടന്ന് കരയാതെ. പിള്ളേരിങ്ങ എത്തിയില്ലേ? അവരെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകും. ഇനി മുറ്റത്ത് നിന്ന് കാര്യം പറഞ്ഞിട്ട് നിൽക്കണ്ട. നിങ്ങളെന്താ പിള്ളേരെ വിളിക്കാതെ വന്നത്? ഞാൻ 2 ദിവസം മുന്നേ വിളിച്ചതാണല്ലോ. വരുന്ന കാര്യം നിങ്ങളൊന്നും പറഞ്ഞതല്ലോ. ഏട്ടത്തിമാരെ, സുഖമല്ലേ നിങ്ങൾക്ക്? അല്ല, എന്റെ കുടുംബമാരെവിടെ? 3 ഇവിടെ നിൽക്കാണ്. വന്നേ, ചേച്ചി ചോദിക്കട്ടെ. ഡീഡി, നീ ഏട്ടത്തിമാരെ കണ്ടോളോ? ഞങ്ങളെ കണ്ടില്ലേ? നിങ്ങളെ ആർക്ക് വേണം? എനിക്ക് എന്റെ ഏട്ടത്തിമാരെ, ഈ കുടുംബമാരെ മതി. വിശേഷമൊക്കെ പിന്നെ പറയാം. നിങ്ങൾ ആദ്യം പോയി വിശ്രമിക്കേ. രാധികേ വാ, നമുക്ക് ഇവർക്ക് കഴിക്കാനുള്ളതും കൂടെ വെക്കാം. അത് ശരിയാ, പിള്ളേരെ കണ്ടപ്പോ ഞാനതങ്ങ് മറന്നു. നിങ്ങളെ ചെല്ല്.
ശരി ആന്റി. ഈ കപ്പളങ്ങി മുഴുവനും ചീത്തയായി പോയല്ലോ. തൽക്കാലം 3 കിട്ടിയില്ലേ, അത് മതി. ഈ പിള്ളേര് വിളിക്കാതെ വന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കായിരുന്നു. അമ്പികേട്ടത്തി, ഇത് 3 നല്ലത് കിട്ടുള്ളൂ, ബാക്കി മുഴുവനും ചീത്തയായി പോകുന്നു. അത് സാരില്ല മായ, നീ അതങ്ങ് എടുക്ക്, ഞാനത് വൃത്തിയാക്കി വയ്ക്കട്ടെ. എന്താ മോനെ കാശി വിഷയ? ഇവരിലും അത് പിന്നെ ഈ ദൂരയാത്രയൊക്കെ ചെയ്തുകൊണ്ട് എന്തോ ഒരു ക്ഷീണം പോലെ ഒന്ന് റിലാക്സ് ചെയ്തു. എന്നാ എടുത്തു? അല്ല, 3 എന്റെ കൂടെ ഇങ്ങ് പോന്നു. അച്ഛൻ വിളിച്ചതല്ലേ, എന്താ 3 പോവാത്തത്? വന്നിരിക്കുന്നതൊക്കെ കൊള്ളാം, ഒന്നും വരുന്നില്ല തുടരുത്. സജിയുടെ മമ്മിയുടെ കൂടെ പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? നിന്റെ ഡാഡി കൊതിയാണ്, അതാ നിന്നെ പുറത്താക്കി. സാരയില്ല, മമ്മി ഉണ്ടല്ലോ. ഏട്ടത്തി, ഏട്ടത്തി, ആരാ ഏട്ടത്തി വന്നത്? മുറ്റത്ത് കാർ കിടക്കുന്നുണ്ടല്ലോ. എന്റെ ഭാനു, നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ കുട്ടികളാ വന്നത്. പിള്ളേര് വന്നോ? എപ്പോഴാ ഏട്ടത്തി വന്നേ? എന്റെ ഈശ്വരൻ, ഇപ്പോഴാ ഒന്ന് സമാധാനമായി. ഇങ്ങനെ കിടന്ന് കരയാതെ, പിള്ളേരിങ്ങ് വന്നില്ലേ, ഇനി എന്തായാലും ഒരു കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണും. നീ ആദ്യം അവരെ പോയി കണ്ടിട്ട് വാ. ഞാൻ വിഷനെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ, അതിന്റെ കാര്യം മറന്നുപോയി. നാളെ എങ്കിൽ അവരെത്തുള്ളൂ നേരത്തെ. ആന്റി കയറുക. ആ മോളെ, സുഖാണോ? സുഖാണ് ആന്റി. കാശി എവിടെ? കാശി ഇവിടെ ഉണ്ട്. ഭാനുമ്മ, കാശി, എന്റെ ഭാനു കൊച്ചേ, ഇങ്ങനെ കിടന്ന് കരയാതെ. ഞങ്ങൾ എന്തായാലും വന്നില്ലേ, ഇനി കുറച്ച് നാൾ ഇവിടെ തന്നെ കാണാം. ഇതാ കണ്ണൊക്കെ തുടച്ചേ. എന്നാ ഞാൻ പോയി അവരെ കൂടെ കണ്ടിട്ട് വരാം. വിളിച്ചല്ലേ? അത് വേണ്ടെങ്കിൽ ഞങ്ങൾ പോയി വിളിച്ചോളാം. അത് വേണ്ട, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. നിങ്ങൾ താഴേക്ക് വന്നേക്ക്. നിങ്ങൾ പോയി വിളിക്കാന്ന് പറയും. അമ്മ പോയി വിളിച്ചിട്ടോ, ഞങ്ങൾ വന്നേക്കും. ഇങ്ങനെ ഒരു മനുഷ്യൻ. അതിനെന്താടി, അമ്മ പോയി വിളിക്കട്ടെ. അവള് വന്നതിന് ശേഷം അവനൊന്നും റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങിയിട്ടില്ല. അതാ പറഞ്ഞത്. ഓ ഗോഡ്, ഞാനും ഓർത്തില്ല. ഇത് നിനക്ക് നേരത്തെ പറഞ്ഞിരുന്നു. അതിലൂടെ തന്നോട് ഞാൻ പറഞ്ഞു, തന്നോട് പോയി വിളിക്കാം. എന്നിട്ട് ആന്റി പറഞ്ഞ് അവരുടെ റൂമിൽ ഇട്ടിരിക്കുന്നു. എന്തുവാടി ഞാൻ എന്റെ കെട്ടിങ്ങനെ ഒന്നിറങ്ങി പോടാം.
സിത്തു അമ്മ അകത്തേക്ക് വന്നോട്ടെ. നീ എന്തിനാണ് ചെറുക്ക ഇങ്ങനെ കിടന്ന് വിയർക്കുന്നേ? അത് ചൂടെടുത്തിട്ട് ഇവിടെ ഭയങ്കര ചൂട്. ഈ മുറിയിലോ? അത് പിന്നെ അമ്മ മക്കളെ കണ്ടില്ലേ? മക്കളെ ഞാൻ കണ്ടില്ലടാ. അവരെ കാണണം. കാശി എന്നെയും ചെന്നിപ്പോ വിളിച്ചതേ ഉള്ളൂ. നിങ്ങളെയും കൂടി വിളിച്ചിട്ട് ജീവന്റെ മുറിയിലേക്ക് പോകാന്ന് വെച്ച്. സാർ അവിടെ? നീ ഇതുവരെ ഈ ശീലം മാറ്റിയില്ല സുഖ. തുണികളും നിലത്തിട്ട് ചവിട്ടുന്നത്. വലിച്ച് എത്ര പറഞ്ഞാലും നീ കേൾക്കില്ലല്ലേ? ഈശ്വര, ഞാനെന്തിനാ ഇങ്ങോട്ട് കയറുന്നത്? ഈ ചെറുക്കന്റെ ഒരു കാര്യം. നീ അവളെ എഴുന്നേൽക്കുമ്പോ കഴിക്കാനായിട്ട് വിളിച്ചോണ്ട് താഴേക്കുക. അമ്മച്ചല്ലേ, ഞാൻ അവളെ എഴുന്നേൽക്കുമ്പോ അവളെ വിളിച്ചോണ്ട് വന്നോളാം. എന്നാ ശരി, ഞാൻ പോവാ. കഴിച്ചില്ലേ? പെട്ടെന്ന് കഴിക്കും. പിന്നെ അല്ലാതെ ചേച്ചിക്ക് നിറയെ സ്റ്റോറി അറിയാം. നിങ്ങൾ 3 പേരും ചേച്ചിയുടെ കൂടെ കിടന്ന് ചേച്ചി പറഞ്ഞു തരാലോ. ആന്റി, അവരെല്ലാരും ഇവിടെ പോയി. ആരെയും കണ്ടില്ലല്ലോ. സുത്തുവിനെ കണ്ടില്ലല്ലോ റൂമിൽ. രാധ കേട്ടതി എന്ത് കേട്ടതി അടുക്കളയില്ല. അവന്മാര് 3 കൂടി ആ കുളത്തിന്റെ അവിടെ പോയിരിപ്പുണ്ട്. അന്നേനെയും ജീവനെയും ഞാൻ കണ്ടില്ല. അന്നേട്ടത്തെയും ജീവനേട്ടത്തെയും റൂമിലുണ്ട്. ഞാൻ വിളിച്ചതാ, കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. ഓക്കെ, ഇന്ന് എന്റെ മക്കള് അമ്മയുടെ കൂടെ കിടക്കുന്നത്. അമ്മടെ പണമരെ, അപ്പൊ നിങ്ങളെന്നെ പറ്റിച്ചല്ലേ എന്റെ കൂടെ കിടക്കാന്ന്? സോറി, ഞങ്ങള് വേറൊരു ദിവസം കിടക്കാതെ ഇന്ന് ഞങ്ങൾ 3 പേരും അമ്മയുടെ കൂടെ. അച്ഛമ്മേ, ഇതാരാ? അച്ഛനോടെ കുഞ്ഞു. അച്ഛമ്മേ, ഞങ്ങളെ കുഞ്ഞില്ലേ? അച്ഛമ്മയുടെ മക്കള് വാ. വരവത്ര പന്തിയല്ലോ. എന്താ ഉണ്ട്, വേഗം പറഞ്ഞു. അതെ സേറ, എന്താണെന്ന് വെച്ചാ കാര്യം പറയിത്തു. അതെ, നൈറ്റ് ഒന്ന് കഴിച്ചോട്ടെ. കാശി അജിയുണ്ട്. അതെനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യ്, നീ വേറെ ഏതെങ്കിലും റൂമിൽ കിടക്ക്. ഞാനും എന്റെ മക്കളാ ഇന്ന് ഒരുമിച്ച് ഇറങ്ങാൻ പോകുന്നത്. അതൊന്നും പറ്റില്ല, ഞാനായിരുന്നു റൂമില്. ഓക്കെ, ഞാൻ വേറെ കിടന്നോളാം. എന്നാ പിന്നെ നൈറ്റിലെ കലാപരിപാടിയത് നമുക്ക് ഇപ്പൊ തുടങ്ങിയാലോ? എല്ലാവർക്കും കൂടി 2 ദിവസം കഴിഞ്ഞ് കുടുംബക്ഷേത്രത്തിലൊന്ന് പോണം. സാറയുടെ അച്ഛൻ്റെ അമ്മയുടെ അസ്ഥിത്തറയില് വിളക്കും തെളിയിക്കണം. അയ്യോ മോളെ, നീ കഴിച്ചില്ലല്ലോ. ഇത് കഴിച്ചിട്ട് പോ മോളെ.
ജുവൽ നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ അവളുടെ അടുത്തേക്ക് ചെല്ലും.